അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വീക്ഷകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ജീവിതവും വളരെ മഹത്വമാണത്. മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും ആകർഷിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ ലോകങ്ങൾക്കും കാരുണ്യമായി അയച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾ, മലക്കുകൾ, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി കാരുണ്യമായാണ് അയക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഒരു മുസ്ലിം ഇതര പോലീസ് ഉദ്യോഗസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും എങ്ങനെ വിവരിച്ചുവെന്നും ഇസ്ലാം എത്രമാത്രം സമാധാനപരവും ശാന്തമായ ഒരു മതമാണെന്നും വ്യക്തമാക്കി. ആ വീഡിയോ നമുക്ക് കാണാം. യഹൂदी का जनाजा जा रहा था और प्रोफेट मोहम्मद अपने लोगों के साथ बैठे हुए थे. उन्होंने जब जनाजा देखा तो उठ के खड़े हो गए. उनके लोगों ने कहा कि ये तो मुसलमान का जनाजा नहीं, ये तो एक यहूदी का जनाजा है. तो मोहम्मद ने क्या, प्रोफेट मोहम्मद ने क्या यहूदी इंसान नहीं होता? ये सारी चीजें हमारे सामने आनी चाहिए. उस बूढ़ी औरत की कहानी मालूम है कि उसको ऐसा लगता था कि यहाँ पे इस्लाम बढ़ रहा है. एक मोहम्मद नाम का ऐसा शख्सियत है जो सबको इस्लाम में ले जा रहा है, इसलिए वो गांव छोड़ के जा रही थी. उसके सर पे गठरी थी और गठरी उठ नहीं रही थी. एक नौजवान आया और बोला कि माता जी, मैं आपकी मदद करूं, आप चलो आपकी गठरी में गांव के बाहर छोड़ देता हूं. औरत ने उनको गठरी दी और वहां से नौजवान उस गठरी को अपने सर पे लिया और गांव के बाहर गया और बोला कि आप ठीक है, आप गठरी लो, जाओ. उस औरत ने पूछा कि कैसा नेक इंसान है जो अपने सर पे मेरी गठरी लेके जा रहा है. उसने पूछा कि तुम्हारा नाम क्या है? इन्होंने कहा कि मुझको मोहम्मद कहते हैं. जिसके डर से भाग रही थी वही इंसान उस औरत की गठरी को अपने सर पे ले जा रहा है और उसको मदद कर रहा है. और उसी दिन औरत इस्लाम में आ गई. जो औरत प्रोफेट मोहम्मद के सर पे हमेशा कचरा फेंका करती थी नमाज के जाते समय, रोज कचरा फेंकती थी उनके सर पे. एक दिन जब उसने कचरा नहीं फेंका तो मोहम्मद जब लौट रहे थे, प्रोफेट मोहम्मद, तो उन्होंने देखा और पूछा कि औरत कहाँ है. लोगों ने कहा कि वो बीमार पड़ी हुई है. वहां पे जाके उन्होंने उसकी तबीयत पूछी. उस औरत को लगा कि जिस इंसान को मैंने इतनी तकलीफ दी, जिसको इतना मैंने अपमानित किया, जिसके सर पे मैंने कचरा फेंका, वो कैसा इंसान है कि मैं मेरी तबीयत बिगड़ने पे मेरा हाल पूछने आ रहा है. और वहां पे इस्लाम उसने कबूल कर लिया. ഒരിക്കൽ ഒരു യഹൂദന്റെ ജനാസ മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ജനാസ കണ്ടപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. അനുയായികൾ പറഞ്ഞു, ഇത് ഒരു മുസ്ലിമിന്റെ ജനാസ അല്ല, ഒരു യഹൂദന്റേതാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മരണം വന്നാൽ ഒരു യഹൂദൻ മനുഷ്യനല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരേണ്ടതാണ്. ഒരു വൃദ്ധയുടെ കഥ നിനക്കറിയാമോ? അവർക്ക് തോന്നിയുടെ ഇസ്ലാം വളരുകയാണ്. മുഹമ്മദ് എന്നൊരു വ്യക്തി എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ അവർ ഗ്രാമം വിട്ടുപോകാൻ തീരുമാനിച്ചു. അവരുടെ തലയിൽ ഒരു കെട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഉയർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു യുവാവ് വന്നു പറഞ്ഞു, അമ്മേ, ഞാൻ നിന്റെ കെട്ടെടുക്കാം, നീ വാ, ഞാൻ അത് ഗ്രാമത്തിന്റെ പുറത്ത് എത്തിച്ചു തരാം. ആ സ്ത്രീ കെട്ട് യുവാവിന് കൊടുത്തു. അവൻ ആ കെട്ട് തലയിൽ വെച്ച് ഗ്രാമത്തിന്റെ പുറത്തെത്തി. ഇനി കെട്ടെടുക്കൂ, പോകാം എന്ന് പറഞ്ഞു. ആ സ്ത്രീ ചോദിച്ചു, എന്റെ കെട്ട് തലയിൽ വഹിച്ച ഈ നല്ല മനുഷ്യന്റെ പേര് എന്താണ്? അവൻ പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. താൻ ഭയന്ന് ഓടിപ്പോകാൻ ശ്രമിച്ച ആ മനുഷ്യനാണ് തന്റെ കെട്ട് വഹിച്ച് സഹായിച്ചത്. അന്നു തന്നെ ആ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു. നമസ്കാരത്തിന് പോകുമ്പോൾ എല്ലാ ദിവസവും പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ ചവറൊഴിച്ചിരുന്ന ഒരു സ്ത്രീയുടെ കഥ. ഒരു ദിവസം അവർ ചവറൊഴിച്ചില്ല. തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് അന്വേഷിച്ചു. ആളുകൾ പറഞ്ഞു, അവർ രോഗബാധിതയാണ്. പ്രവാചകൻ അവിടെ ചെന്ന് അവരുടെ ആരോഗ്യം അന്വേഷിച്ചു. ആ സ്ത്രീക്ക് തോന്നി, ഞാൻ ഇത്രയും ദ്രോഹിച്ച അപമാനിച്ച തലയിൽ ചവറൊഴിച്ച മനുഷ്യൻ എന്റെ രോഗമറിഞ്ഞ് എന്റെ വിവരം അന്വേഷിക്കാൻ വരുന്നു. അവിടെ വെച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു. പ്രിയ വീക്ഷകരെ, ഈ മുസ്ലിം ഇതര പോലീസ് ഉദ്യോഗസ്ഥൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതരീതി വിവരിച്ചതവിടുന്ന് എപ്പോഴും സമാധാനവും ശാന്തിയും പ്രചരിപ്പിച്ചു എന്നാണ്. തായിഫ് മൈതാനത്തവിടുത്തെ മേൽ കല്ലുകൾ എറിഞ്ഞപ്പോൾ അവിടുത്തെ പാദങ്ങൾ രക്തത്താൽ നിറഞ്ഞു മുറിവേറ്റു. ശിക്ഷയുടെ മലക്കുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു ശാപവാക്ക് മതി, ഞങ്ങൾ ഈ മലകൾ തകർത്ത് ഇവരെ നശിപ്പിക്കാം. എന്നാൽ എന്റെ നബിയുടെ കൈകൾ ഉയർന്നു മുബാറകായ വായി തുറന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് മാർഗദർശനം നൽകുവവർ എന്നെ അറിയുന്നില്ല. കൂടാതെ ഇവരുടെ തലമുറകളിൽ നിന്ന് വിശ്വാസികൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു.
ഇന്ന് ഇസ്ലാം ലോകമെമ്പാടും വേഗത്തിൽ വ്യാപിക്കുന്നു. ഇത് വാൾമുനയുടെ ശക്തിയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ സ്വഭാവവും അവിടുത്തെ മര്യാദയും ഉത്തമമായ വ്യക്തിത്വവും കൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ ജീവിതവും അവിടുത്തെ ഉപദേശങ്ങളും പിന്തുടരാൻ ഞങ്ങൾക്ക് ശക്തി നൽകണേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.